ചിറ്റ, അതായത് എന്റെ ചേച്ചി ഇന്ന് ദുബായിക്ക് പോണേണ്. 1 വർഷത്തോളം ഇവിടെ ഉണ്ടായി, ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. അപ്പൊ എന്റെ ഫേവററ്റ് നെഫ്യൂ ഇതേ ഇരിക്കണ്, ഇന്ന് പോണേണ്. സല്യൂട്ട്. അടുത്ത ആള് ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്. പാക്കിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കണേണ്. പാക്കിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കണേണ്. അപ്പൊ എല്ലാവരും ഭയങ്കര ബിസിയിലാണ്. ജോക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പക്ഷെ ഞങ്ങളൊന്നും എക്സൈറ്റഡ് അല്ല, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ ഇനി ഞാനും മമ്മിയും ഫെൻസിയും ഇവരൊക്കെ നല്ല ബിസി. അപ്പൊ അതെ ചിറ്റ ഇത് പറഞ്ഞ തുടങ്ങുമ്പോ കരയോട്ടാ, അതുകൊണ്ട് ചിറ്റനെ കാണിക്കണില്ല. പാക്ക് ചെയ്യണതിന്റെ ഇടയില് ഓരോ മാങ്ങയും ഉണക്കമീനൊക്കെ എടുത്ത് തിന്നോണ്ടിരിക്കണേണ് ഗൈസ്. ഇനി അതൊന്നും ഉണ്ടാവൂല. പോകുമ്പോ ഭുവനെ പാക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ തോന്നണത്. അപ്പൊ എന്റെ നിർബന്ധത്തിൽ എന്റെ നെഫ്യൂ വന്നിട്ടുണ്ട്. നെഫ്യൂ, മൈ സ്വീറ്റ് നെഫ്യൂ. നെഫ്യൂന്റെ പേര് ജോക്കുട്ടൻ. അപ്പൊ എന്റെ ജോക്കുട്ടൻ എന്താണ് ജോക്കുട്ടനെ പറയാനുള്ളത് ഇന്ന് പോണതിനെ കുറിച്ച്? എന്താണ് നിനക്ക് പറയാനുള്ളത്? കള്ള ഇപ്പൊ വേട്ടക്കാരനായി ഗൈസ്. ഇത്ര നേരം കള്ളനായിരുന്നു, കുറച്ച് മുന്നേ സൂപ്പർമാൻ ആയിരുന്നു. സൂപ്പർമാൻ അങ്ങനെ ഒരു കള്ളനായി, അതിനുശേഷം ഒരു വേട്ടക്കാരനായി ഗൈസ്. എന്താണ് ഗൈസ് അതിനെ പറ്റി പറയാനുള്ളത്? ഇന്ന് ദുബായിക്ക് പോണതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മിസ് ചെയ്യോ ഞങ്ങളേക്കാ? ഏതാ പറയണ? മിസ് ചെയ്യോ ഞങ്ങളേക്കാ? മിസ് ചെയ്യോന്ന്? എന്താണ് ഗൈസ്? അനിയത്തെ തന്നെ അവിടെ നാട്ടിക്കൊണ്ടിരിക്കണേണ് ഞാൻ യൂട്യൂബിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ. അപ്പൊ നമ്മളൊന്നും മൈൻഡ് ചെയ്യൂല, നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് ബ്ലോഗിലാണ് ഗൈസ്. അതെ, പല നെഗറ്റീവ് വരും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത് അല്ലേ നോക്കൂട്ടാ? അതേന്ന് പറയടാ. അതെ അതെ. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കാറിൽ വെച്ച് കാണാം. അപ്പൊ അതെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം വണ്ടിയിലോട്ട് വെച്ച് ഈ സാധനത്തിനും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടാ, എല്ലാം എടുത്ത് എല്ലാം സെറ്റാക്കി ഇനി നേരെ എയർപോർട്ടിലോട്ട്. ഗൈസ് ചോക്കുട്ടെ നേരത്തെ വണ്ടി കയറി ഇരിക്കണേണ്. അവൻ എങ്ങനെയെങ്കിലും ദുബായിൽ എത്തിയാൽ മതി അവന്റെ ഡാഡിയുടെ അടുത്ത്. എന്നിട്ട് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ടാണ്. ഇവിടെ പാട്ടൊക്കെ ഇട്ട് ജോക്കുട്ടൻ തകർക്കണേ. ഇവിടെ പാട്ടൊക്കെ വെച്ച് വൈബാണ് ഗൈസ്. ചിറ്റ പോണ അതിന്റെ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ അവസാനമല്ലേ കാണിക്കുള്ളൂ. എനിക്ക് ഇത്രയും നേരിട്ടും ഇവര് പോവാണ് എന്നുള്ളൊരു ഫീല് കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇനി കുറെ നാൾക്ക് ശേഷം ഇനി കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീൽ കിട്ടാൻ പോണത്. അപ്പോഴായിരിക്കും ഇനി കുടുകൂടാന്ന് പറഞ്ഞ് കണ്ണീന്ന് ഒഴുകാൻ പോണത്. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചിറ്റതല്ലേ ഇമോഷണൽ. പിന്നെ എനിക്ക് ആകെ വിഷമം എൻ്റെ ജോക്കുട്ടനെ ഇനി കുറെ നാൾക്ക് ശേഷം കാണാൻ പറ്റുള്ളൂ. അതാണ് ആകെയുള്ള സാഡ്. നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, എന്നോട് വിളിച്ച് 8 മണിയായപ്പോൾ നമ്മളുടെ ഞാൻ 8:15 എത്തി. മുട്ടമ്പണി എന്ന് പറഞ്ഞ മുട്ടമ്പണി. എല്ലിനായിരുന്നു എല്ലാം പാക്കൊക്കെ ചെയ്ത് പൊക്കിക്കൊണ്ട് വണ്ടിയിലൊക്കെ വെച്ചത്. അതിൻ്റെയാണ് ഗൈസ്, എന്നിട്ട് വേറെ ഒന്നുമല്ല. അതൊക്കെ പിന്നെ സ്വാഭാവികമാണല്ലോ, പുള്ളി ചെയ്യണമല്ലോ അല്ലേ. പിന്നെ 8 മണി എന്ന് പറഞ്ഞിട്ട് 8:30 എത്തിയത് അല്ലെ, 7:30 ഞാൻ പറഞ്ഞത്. എന്നിട്ട് 8:30 എത്തിയത് അല്ലേ. അതിനെ പോലെ തന്നെ വളരെ കൃത്യനിഷ്ഠതയുള്ള ഒരാളാണ്. പിന്നെ കുഴപ്പമില്ല. വെയിറ്റ് ഫോർ ഈച്ച് അതർ. അങ്ങനെ എന്റെ രണ്ടാമത്തെ നെഫ്യൂതേ മുട്ടൻ കൂർക്കം വലിച്ചോറങ്ങനെയാണ്.
പിന്നെ ആളറിഞ്ഞിട്ട് പോലുമില്ല ദുബായിക്ക് പോണേണെന്ന്. മറ്റവനെ അറിയെങ്കിലും ചെയ്യാം, ഇവന് അതിന്റെ ഒരു ബോധം പോലുമില്ല. എന്താ സൂപ്പർ ഉറക്കമാണ്. അവൻ തിരിച്ചു വരുമ്പോ എന്തായാലും നമ്മളാ മനസ്സിലാവില്ലല്ലോ. ടെൻസി വന്നില്ല എയർപോർട്ടിലോട്ട്. അപ്പൊ ഇവിടെ ഒരു യാത്ര പറച്ചില് കഴിഞ്ഞ് മമ്മി അരച്ചില് ലഗേജ് കറക്റ്റ് അല്ലേ? നമുക്ക് ആ ഹാൻഡ് ബാഗ് എവിടെ പോയി എന്നിട്ട് പാർക്ക് ചെയ്താ ചോക്കിട്ട ഭയങ്കര ഹാപ്പിയിലാണ്. ഇതണ്ടാ മമ്മി ബേബി ഞാൻ കേറിക്കോട്ടെ പോണേ. ഇത് ഡ്രസ് എന്താണ് ഓൾറെഡി 12:04 11 മണിക്ക് കയറേണ്ടതാ. പോവാൻ പോണേടാ. നമ്മുടെ മോനാണെങ്കിൽ ബേബിനെ എടുക്കാൻ പോകും. ബേബിനെ എടുക്കാൻ ഉമ്മതാടി കൊറേ നാളെ ഉമ്മതാടി ഫോൺ വിളിക്കോ? വിളിച്ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്യോ? നമുക്ക് ഉമ്മോടുത്ത് പോവാം. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക, ഞങ്ങൾ ഹാപ്പി ആയിട്ട്. പിന്നെ കല്യാണത്തിനാണ് കേട്ടാ. അപ്പൊ നിങ്ങളുടെ കല്യാണത്തിന് വരുള്ളൂ. അപ്പൊ എല്ലാ ഡേറ്റ് ഒക്കെ സെറ്റ് ആക്കാൻ പറയാം. അച്ചടാ വന്യോസിലെടുത്ത് ഞങ്ങൾക്ക് വഴി പറഞ്ഞുതരാമോന്ന് ഇവനെ കിട്ടില്ലേ സാധനം. ഈ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ കാണാ. ഇനി ഇല്ല അങ്ങനെ മതിയാ. 12 കഴിഞ്ഞ്. ശരിക്കും നമ്മുടെ ടൈം 11 12. സങ്കടമാണോ ചെപ്പട്ടാ? എന്ത് സങ്കടമാണ് അല്ലേ? എന്താണ് പോസിങ്ങാ?
പോസ് ചെയ്യണ്ടേ